എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും അടുത്തുള്ള പക്ഷെ നമ്മൾ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തൊരു ബന്ധത്തെക്കുറിച്ചാണ്. നമ്മുടെ അയൽപക്ക ബന്ധങ്ങളെക്കുറിച്ച്. ഇതൊരു സാധാരണ സാമൂഹിക ബന്ധം മാത്രമാണെന്ന് കരുതരുത് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഒരു വലിയ തത്വചിന്ത തന്നെ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ എന്താണ് ആ തത്വചിന്ത എന്ന് നമുക്ക് ജാസ്തിയായിട്ട് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ അയൽപക്ക ബന്ധം എന്ന് പറയുന്നത് വെറുമൊരു ഫീലിംഗ് മാത്രമല്ല. അതിന് പിന്നിൽ വളരെ വ്യക്തമായ ഒരു തത്വചിന്തയുണ്ട്. അതിന് വളരെ സവിശേഷമായ ഒരു പേരുമുണ്ട്. പണ്ട് ശ്രീനാരായണ ഗുരുവിനോട് ഒരാള് ഒരു ചോദ്യം ചോദിച്ചു. അന്നത്തെ സാമൂഹിക വ്യവസ്ഥകളായ മക്കത്തായമാണോ അതോ മരുമക്കത്തായമാണോ നല്ലതെന്ന്. ഗുരു നൽകിയ മറുപടി ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് വേണ്ടത് അയൽപക്കത്തായമാണെന്ന്. എന്തൊരു ശക്തമായ മറുപടിയാണല്ലേ. അതായത് ഒരു സമൂഹത്തിന്റെ ശരിക്കുള്ള അടിത്തറ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾക്കും അപ്പുറം അയൽപക്കത്തെ സൗഹൃദങ്ങളും സഹകരണവുമാണെന്നാണ് ഗുരു പറഞ്ഞുവെക്കുന്നത്. അപ്പോ എന്താണ് ഈ അയൽപക്കത്തായം? ലളിതമായി പറഞ്ഞാൽ അത് അയൽപക്കത്തിന്റെ എഴുതപ്പെടാത്ത ഒരു നിയമമാണ്. അയൽക്കാർക്ക് പരസ്പരം ചില അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്ന ചിന്ത. ഇത് വെറുമൊരു വാക്കല്ല, ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ ഒരു രീതിശാസ്ത്രം തന്നെയാണ്. ശരി, ഇതൊക്കെ തിയറി. പക്ഷെ ജീവിതത്തിൽ ഇതെങ്ങനെയായിരുന്നു? നമുക്ക് കുറച്ച് പഴയ ഓർമ്മകളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ ആശയം കുറച്ചുകൂടി വ്യക്തമാകും. പണ്ടൊക്കെ ഒരാളുടെ വീടിന് മേൽക്കൂര പണിയുന്നത് അയാളുടെ മാത്രം ജോലിയായിരുന്നില്ല. ഗ്രാമത്തിലുള്ളവർ എല്ലാവരും അതിനായി ഒരുമിച്ച് കൂടുമായിരുന്നു. ഓരോരുത്തരുടെയും ഭാരം എല്ലാവരും ഒരുമിച്ച് ചുമന്നിരുന്ന ഒരു നല്ല കാലം. അതുപോലെ തന്നെയായിരുന്നു കുട്ടികളുടെ കാര്യവും. അയൽപക്കത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടികളെ പോലെയായിരുന്നു. ഒരമ്മയ്ക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ മറ്റൊരമ്മ ആ കുട്ടികളെ നോക്കും. അത്രയ്ക്ക് ആഴത്തിലുള്ള വിശ്വാസവും പരസ്പര സഹകരണവുമായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ വീടുകളിൽ എന്തുണ്ടാക്കിയാലും അതിലൊരു പങ്ക് ഉറപ്പായും അയൽപക്കത്തേക്ക് പോകും. മതിലുകൾക്ക് മുകളിലൂടെ കൈമാറുന്ന ആ വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക രുചിയായിരുന്നു, സ്നേഹത്തിന്റെ രുചി. ആ ഒരു പങ്കുവെക്കലിന്റെ സംസ്കാരം തന്നെയായിരുന്നു അതിന്റെ ഭംഗി. മുറ്റങ്ങൾ കുട്ടികളുടെ സ്വന്തം ലോകമായിരുന്നു. അവിടെ ജാതിയോ മതമോ ഒന്നും ഒരു പ്രശ്നമായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് കളിച്ചു വളർന്ന ആ കാലം അയൽപക്കത്തായം എന്ന ആശയത്തിന്റെ ഏറ്റവും നിഷ്കളങ്കമായ രൂപം തന്നെയായിരുന്നു. പക്ഷേ ഇതൊരു സാമൂഹിക രീതി മാത്രമായിരുന്നില്ല കേട്ടോ. അയൽപക്ക ബന്ധങ്ങൾക്ക് പല തത്വചിന്തകളിലും മതങ്ങളിലും വളരെ പവിത്രമായ ഒരു വിശുദ്ധമായ സ്ഥാനം തന്നെയുണ്ട്. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അയൽക്കാരോടും സഹവാസികളോടും സഞ്ചാരികളോടും നന്നായി വർത്തിക്കുവിൻ എന്ന്. അയൽക്കാരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നത് ഒരു അടിസ്ഥാനപരമായ കടമയായിട്ടാണ് ഇവിടെ കാണുന്നത്. പ്രവാചക വചനമനുസരിച്ച് ദൈവത്തിലും അന്ത്യദിനത്തിലുമുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു അടയാളം കൂടിയാണ് അയൽക്കാരന് നന്മ ചെയ്യുന്നത്. അതായത് നല്ലൊരു അയൽക്കാരനാവുക എന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ തന്നെ ഭാഗമാണ്. അത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിലും മനോഹരമായി എങ്ങനെയാണ് അയൽപക്ക സ്നേഹത്തെ നിർവചിക്കാൻ കഴിയുക? നമുക്കുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ അത് നമ്മുടെ അയൽക്കാരനും ലഭിക്കണമെന്നാഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നതെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇത് സഹാനുഭൂതിയുടെ ഏറ്റവും ഉയർന്ന തലം തന്നെയല്ലേ? അയൽക്കാരന് നൽകിയിരുന്ന പ്രാധാന്യം എത്രത്തോളമായിരുന്നു എന്നറിയാൻ ഇതിലും വലിയൊരു ഉദാഹരണം വേറെയില്ല. പ്രവാചകനെ പോലും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു അത്. ഒന്നാലോചിച്ചു നോക്കൂ, അയൽക്കാരന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജിബ്രീൽ മാലാഖ തുടർച്ചയായി ഉപദേശിച്ചപ്പോൾ ഒരുപക്ഷേ കുടുംബസ്വത്തിൽ പോലും അയൽക്കാരന് അവകാശം നൽകപ്പെടുമോ എന്ന് പ്രവാചകൻ ചിന്തിച്ചുപോയി എന്നാണ് പറയുന്നത്. അത്രയധികം പ്രാധാന്യമാണ് അയൽക്കാരന് കൽപ്പിച്ചിരുന്നത്. അപ്പോ ഈ തത്വചിന്തയും പഴയ ഓർമ്മകളും ആത്മീയ പാഠങ്ങളുമെല്ലാം ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? എന്തിനാണ് നമ്മളെപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇതിന്റെ ലക്ഷ്യങ്ങള് വളരെ ലളിതവും ശക്തവുമാണ്. ഒന്നാമതായി, അയൽക്കാർക്കിടയിൽ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് സുരക്ഷിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമ്മളെ സഹായിക്കും. കാരണം നമുക്ക് പരസ്പരം അറിയാമെങ്കിൽ ഒരാവശ്യത്തിന് പരസ്പരം താങ്ങാവാൻ എളുപ്പമാണ്, അല്ലേ? ഈ ഒരു പരസ്പരമുള്ള കരുതലും പങ്കുവയ്ക്കലുമാണ് നമ്മുടെ ജീവിതത്തിന് ശരിക്കും ഒരു അർത്ഥം നൽകുന്നത്. ഈ പറഞ്ഞ ആശയങ്ങളെയെല്ലാം ഇതിലും മനോഹരമായി സംഗ്രഹിക്കാൻ കഴിയില്ല. നമ്മുടെ വീടുകൾക്കിടയിലുള്ള മതിലുകൾ നമ്മളെ വേർതിരിക്കാനുള്ള അതിരുകളല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ്. എന്തൊരു മനോഹരമായ സങ്കല്പമാണല്ലേ? അപ്പോ ഈയൊരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം.
നിങ്ങളുടെ വീടിന്റെ മതിലിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അത് നിങ്ങളെയും നിങ്ങളുടെ അയൽക്കാരനെയും വേർതിരിക്കുന്നൊരു ഭിത്തിയാണോ? അതോ ഒരു പുതിയ സൗഹൃദം തുടങ്ങാനുള്ള ഒരു പാലത്തിന്റെ ആദ്യപടിയാണോ? ഇതിന്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടതുണ്ട്.